നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ കപ്പൽ നിർമ്മാണ മേഖലയിൽ 10,000 കോടി രൂപ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം തള്ളി ടാറ്റ ഗ്രൂപ്പ്. കേരളത്തിൽ എന്നല്ല ഒരിടത്തും കപ്പൽ നിർമ്മാണശാലയ്ക്ക് പദ്ധതിയില്ലെന്ന് കമ്പനിയുടെ വിശദീകരണം. വഖഫ് ബോർഡ് നിയമനത്തിൽ രാഷ്ട്രീയ വിവാദം കടുക്കുന്നു. സംസ്ഥാന സർക്കാർ ഹർജിക്കാർക്കൊപ്പം നിന്ന് ഒത്തുകളിക്കുന്നുവെന്ന് പിണറായി വിജയൻ. പുതിയ ഭേദഗതിയിൽ അമുസ്ലിങ്ങളെ കയറ്റാനാണ് കേന്ദ്രം ശ്രമിച്ചതെന്നും വിമർശനം തള്ളി മുസ്ലിം ലീഗ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ അയഞ്ഞ് CPI. വാശിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇടതുപക്ഷ ഐക്യമാണ് CPIയുടെ രാഷ്ട്രീയത്തിന്റെ കാതലെന്നും ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതാവ് പദവിയുടെ കാര്യത്തിൽ നിലപാടിൽ മാറ്റമില്ലെന്ന് പിണറായി വിജയൻ. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ട്രാക്കിലിറക്കി. ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്വന്തമായി ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുന്ന 5ാമത്തെ രാജ്യമായി ഇന്ത്യ. രാജ്യത്ത് അമൃത് ഭാരത് പദ്ധതിയിലൂടെ നവീകരിച്ച വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. രാജ്യത്ത് 5 ജയ്ഷെ മുഹമ്മദ് ഭീകരരെ പിടികൂടി സുരക്ഷാ സേന. ഭീകരർ പിടിയിലായത് ഗുജറാത്ത് ATS നടത്തിയ ഓപ്പറേഷനിൽ. ബോംബ് സ്ഫോടനത്തിന് പരിശീലനം ലഭിച്ചവരാണ് പിടിയിലായതെന്ന് സുരക്ഷാ സേന. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ SITക്ക് തിരിച്ചടി. DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ കാത്ത ആരാധകർ. അർജന്റീന സ്പെയിൻ കലാശ പോരാട്ടം ഞായറാഴ്ച രാത്രി 12:30. ഫ്രാൻസ് ഇംഗ്ലണ്ട് ലൂസേഴ്സ് ഫൈനൽ നാളെ രാത്രി 2:30. വഖഫ് ബോർഡ് വിഷയത്തിൽ ന്യൂനപക്ഷങ്ങളെ സർക്കാർ വഞ്ചിച്ചെന്നും ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ്. സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന കേന്ദ്ര നിലപാടുകൾക്കൊപ്പമാണ് ഹൈക്കോടതിയിൽ UDF സർക്കാർ നിലപാടെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ചിമേനി ആണവ നിലയം സ്ഥാപിക്കുന്നതിനെതിരെയും പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വരും. ശക്തമായ പ്രക്ഷോഭമുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. ഭേദഗതി അനുസരിച്ച് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ആ വഴിക്കാണ് ഇപ്പോ കേരള സർക്കാരും നീങ്ങുന്നത് എന്നാണ് ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ. വ്യത്യസ്ത മതവിഭാഗങ്ങള്, അവരുടെ വിശ്വാസങ്ങള്, അവയെല്ലാം സംബന്ധിച്ചുള്ള സ്ഥാപനങ്ങൾ അതത് മതവിഭാഗങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് പൊതുവെ കൈകാര്യം ചെയ്തു പോകുന്നത്. ഇതാണ് മതനിരപേക്ഷതയുടെ ഭാഗമായി നമ്മുടെ രാജ്യം പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള നടപടികളാണ് ഇതേവരെ തുടർന്നു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി അൺഫിലി ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, ഈ വഖഫ് ബോർഡ് വിഷയത്തിൽ പ്രതിപക്ഷം വലിയ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. എന്തെല്ലാം വിമർശനങ്ങൾ ഉന്നയിക്കുന്നു? ഇനി പ്രതിപക്ഷം എന്ത് നിലപാടായിരിക്കും അങ്ങോട്ട് സ്വീകരിക്കുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതായത് ഈ വഖഫ് നിയമനവുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാരായിരുന്നു കേന്ദ്ര വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഒരു വഖഫ് ബോർഡൊക്കെ രൂപീകരിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ അത് ഇപ്പോൾ അതിനെതിരെ ആ വഖഫ് ബോർഡിൽ പ്രധാനമായും കേന്ദ്രത്തിൻ്റെ നിയമം അനുസരിച്ച് ഭേദഗതി അനുസരിച്ച് 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടൊരു ഹർജി ഹൈക്കോടതിയിൽ പോയിരുന്നു. ആ ഹർജിക്ക് അനുകൂല നിലപാട് മുസ്ലിം ലീഗ് തന്നെ ഉൾപ്പെടെയുള്ള UDF സ്വീകരിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വിമർശിക്കുന്നത്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതോടുകൂടി ആ വഖഫ് ബോർഡിനെ പിരിച്ചുവിടുന്നൊരു സാഹചര്യം ഉണ്ടാകും. സർക്കാർ അതിന് അനുകൂല നിലപാട് സ്വീകരിച്ചു. എന്തുകൊണ്ട് സർക്കാർ അവിടെ എതിർത്തില്ല? സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നതോടുകൂടി സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുന്ന മറ്റ് BJP സംസ്ഥാനങ്ങൾക്ക് സമാനമായ രീതിയിൽ കേരളത്തിൽ UDF സർക്കാർ നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഇതോടുകൂടി ന്യൂനപക്ഷങ്ങളെയൊക്കെ UDF സർക്കാർ വഞ്ചിച്ചിരിക്കുന്നു. എന്ത് പേരിലാണോ ഇവർ അധികാരത്തിലെത്തിയത് അത് പൂർണ്ണമായി ഇവർ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇതിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ അവരുടെ നയത്തിൽ നിന്ന് മാറ്റം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് വഖഫിന്റെ ചുമതലയുള്ളത് ഒരു മുസ്ലിം ലീഗിലെ മന്ത്രിയാണ്. ആ മന്ത്രി പോലും ആ നിലപാടിൽ നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ അത് കൃത്യമായും തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറുന്നു. ന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കുന്നു. ഒരിക്കലും വഖഫിന്റെ ഇതിനെതിരെ വഖഫ് ബോർഡിന്റെ നിലപാട്, വഖഫ് ബോർഡ് പിരിച്ചുവിടുന്ന നിലപാടിനെതിരെ പ്രതിപക്ഷം ഒരിക്കലും കൂട്ടുനിൽക്കുകയില്ല. പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മുസ്ലിം ലീഗിൽ നിന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം അങ്ങനെ ഒരു നിലപാട് ലീഗ് എടുത്തിട്ടില്ല. വഖഫിനെ പിരിച്ചുവിടുന്ന ഒരു നിലപാടോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അനുകൂലമായ നിലപാടല്ല എടുത്തത്. അവിടെ കൃത്യമായ അഭിഭാഷകൻ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മറുപടി പറയുക മാത്രമാണ് ഉണ്ടായത്. അല്ലാതെ അതിനെതിരായ
ശരിയായ നിലപാട് എടുത്തിട്ടില്ല എന്ന് VMA സലാം പറയുമ്പോൾ അതുപോലും ഖണ്ഡിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറയുകയാണ്. അതായത് സ്പെഷ്യൽ പ്ലീഡർ, ഗവൺമെന്റ് പ്ലീഡർ ഒപ്പിട്ട ഹർജിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്താണോ കേന്ദ്രത്തിന്റെ നിയമ ഭേദഗതി, ആ നിയമ ഭേദഗതിക്കൊപ്പം നിന്നുകൊണ്ട്, അതായത് ഇപ്പോൾ നിലവിൽ ഇവിടെ കേരളത്തിലെ വഖഫിൽ 2 അമുസ്ലിങ്ങളില്ല, അപ്പോൾ അതിനെ മാറ്റി പൊളിച്ചെഴുതും എന്നുള്ള നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ഹൈക്കോടതിയിൽ ഒപ്പിട്ട് നൽകിയത്. അങ്ങനെ പൂർണ്ണമായും സംസ്ഥാനം പറയുന്നത് അല്ലെങ്കിൽ ലീഗ് പറയുന്നത് പൂർണ്ണമായും കളവാണ്, വ്യാജമാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കുകയാണ് എന്ന് വ്യക്തമായി തെളിവുകൾ അല്ലെങ്കിൽ രേഖകൾ പുറത്തുവിട്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത്. ഇതിലൂടെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ സംസ്ഥാനത്ത് വഞ്ചിക്കുന്ന നിലപാടും സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാനായി UDF സർക്കാർ ശ്രമിക്കുന്നു, അതിന് മുസ്ലിം ലീഗ് വരെ കൂട്ടുനിൽക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് കടുത്ത വിമർശനം ഉന്നയിച്ചത്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ആൻഫ്രി ഡിസൂസ. ലീഗിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. വഖഫ് പ്രവർത്തനം പരിശോധിക്കുമെന്നാണ് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. കേസ് പരിഗണിച്ചപ്പോൾ നിയമാനുസൃതമല്ലെന്ന് കോടതി പറഞ്ഞു. 2 അമുസ്ലിങ്ങളെ നിയമിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പാർലമെന്റിൽ ലീഗ് ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ടെന്നും PMA സലാം മലപ്പുറത്ത് പ്രതികരിച്ചു. ഇതിന്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ 2 അമുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇതിൻ്റെ രൂപീകരണം നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞ കേസിലും മറ്റ് കേസുകളിലും ഞങ്ങളത് പരിശോധിക്കും എന്ന് കോടതിയോട് പറഞ്ഞു. അപ്പോൾ കോടതി അങ്ങനെ വിധി വന്നു. കേരളത്തിലെ കപ്പൽ നിർമ്മാണ മേഖലയിൽ ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം തള്ളി ടാറ്റ ഗ്രൂപ്പ്. കേരളത്തിലല്ല ഒരിടത്തും കപ്പൽ നിർമ്മാണശാല ടാറ്റ നിർമ്മിക്കുന്നില്ലെന്ന് കമ്പനി വിശദീകരിച്ചു. ദേശീയ മാധ്യമമായ എക്കണോമിക് ടൈംസ് ആണ് ടാറ്റ ഗ്രൂപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗം വെളിപ്പെടുത്തിയത്. 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ആൻഫ്രി ഡിസൂസ ഒരിക്കൽ കൂടി ചേരുന്നു. ആൻഫ്ലിറ്റ്, ഈ പറഞ്ഞ പോലെ ഈ സ്വകാര്യ ചാനലിലും അതിനുശേഷം ഒരു മാരിടൈം സെമിനാറിലുമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കപ്പൽ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് ടാറ്റ ഗ്രൂപ്പ് കേരളത്തിലേക്ക് വരുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുന്നത്. ഇത് അപ്പാടെ തള്ളി നിഷേധിക്കുകയാണ് ടാറ്റ ഗ്രൂപ്പ്. എന്തെല്ലാം കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്? അതായത് മുഖ്യമന്ത്രി VD സതീശൻ ഒരു അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് വളരെ വ്യക്തമായും സ്പഷ്ടവുമായി തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നു ടാറ്റ ഗ്രൂപ്പ് 10,000 കോടിയുടെ നിക്ഷേപം കപ്പൽ നിർമ്മാണശാലയിൽ നടത്തുന്നു. ടാറ്റ ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമാണ് കപ്പൽ നിർമ്മാണശാലയിൽ എന്ന് അദ്ദേഹം പറയുന്നു. ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. 1 മാസത്തിനുള്ളിൽ ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയാക്കും. അങ്ങനെയെങ്കിൽ 3 മാസം കഴിയുമ്പോൾ കേരളത്തിൽ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കും. ഈ രീതിയിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും വളരെ കൃത്യതയോടും കൂടിയാണ് മുഖ്യമന്ത്രി ആ ചാനൽ വെളിപ്പെടുത്തുന്നത്. അത് വലിയ രീതിയിൽ സംസ്ഥാനത്ത് മാധ്യമങ്ങളൊക്കെ ഏറ്റുപിടിക്കും ഒക്കെ ചെയ്തിരുന്നു. മാത്രവുമല്ല, മാരിടൈം കോൺഫറൻസിൽ ഒരു സെമിനാർ നടന്നിരുന്നു. ആ സെമിനാറിൽ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ ടാറ്റയുടെ നിക്ഷേപത്തെക്കുറിച്ച് പരാമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ കൂടുതൽ പ്രതികരണം മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയാൽ സർക്കാരിന്റെ തലത്തിൽ നിന്നോ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നോ ഈ ടാറ്റ നിക്ഷേപത്തെക്കുറിച്ചുള്ള യാതൊരു പ്രതികരണവും കണ്ടില്ല. സ്വാഭാവികമായി മുഖ്യമന്ത്രി തന്നെയാണ് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്ന ആ പ്രസ്താവന അതേ രീതിയിൽ അതിനപ്പുറത്തേക്ക് മറ്റൊരു ആധികാരികതയ്ക്ക് വേണ്ടി തേടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എക്കണോമിക് ടൈംസ് ആണ് ടാറ്റ ഗ്രൂപ്പ് മുഖ്യമന്ത്രിയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളി. അതായത് ഈ വാർത്ത കണ്ടപ്പോൾ അമ്പരന്ന് പോയി ഞെട്ടിപ്പോയി എന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രതിനിധി പറഞ്ഞുവെന്ന് ആ പ്രതിനിധിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് എക്കണോമിക് ടൈംസ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വാർത്ത കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി എന്തടിസ്ഥാനത്തിൽ ഏത് ടാറ്റ ഗ്രൂപ്പിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? മറ്റൊന്ന്, ഈ ടാറ്റ ഗ്രൂപ്പിന്റെ പ്രതിനിധി എന്ന് പറയുന്നത് അനൗദ്യോഗികമായി വെളിപ്പെടുത്തിയതാണ്. അങ്ങനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ എക്കണോമിക് ടൈംസ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം വലിയ രീതിയിലുള്ള വിമർശനമാണ്. ഇതിനകത്ത് എന്താണ് നിജസ്ഥിതി? മുഖ്യമന്ത്രി ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ആധികാരികമായി 2 ഇടങ്ങളിൽ അദ്ദേഹം പ്രസ്താവിച്ചത്. അപ്പോൾ അതിന്റെ യഥാർത്ഥത്തിൽ ഇപ്പോൾ എക്കണോമിക് ടൈംസ് പോലൊരു ദേശീയ മാധ്യമങ്ങൾ ഇതിന് പൂർണ്ണമായി തള്ളി രംഗത്ത് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുള്ള ഒരു പ്രതികരണം ആവശ്യം തന്നെയാണ്. എന്തായാലും ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുള്ള ഒരു പ്രതികരണം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു വിശദീകരണം ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ ഗൗരവത്തോടുകൂടിയുള്ള ഒരു വാർത്തയായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ചർച്ചയാകുന്നത്. ശരി, കേരളത്തിലെ കപ്പൽ നിർമ്മാണ മേഖലയിൽ ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം തള്ളിയിരിക്കുകയാണ് ടാറ്റ ഗ്രൂപ്പ്. ഈ അവകാശവാദം തള്ളിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണം നൽകുമെന്നുള്ളത് തന്നെയാണ് ഇനി അറിയേണ്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻഫ്രി ഡിസൂസ. മുൻകൂട്ടി അറിയിക്കാതെയുള്ള പവർ കട്ട് ഉണ്ടാകുന്നത്
മുൻകൂട്ടി അറിയിക്കാതെയാണ് ഇപ്പോൾ പവർ കട്ട് ഉണ്ടാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസം തന്റെ വീട്ടിൽ 1.25 മണിക്കൂറാണ് വൈദ്യുതി ഇല്ലാതിരുന്നത്. പരീക്ഷാ കാലമാണ് വിദ്യാർത്ഥികൾക്ക്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാർ മുൻകൂറായി സ്വീകരിച്ചില്ല എന്നതാണ് ദൗർബല്യം. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ വൈദ്യുതി എത്ര ആവശ്യമുണ്ട്, കയ്യിൽ എത്ര ബാക്കിയുണ്ട്, എത്ര ഷോർട്ടേജ് ഉണ്ട്, ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. ജനങ്ങളെ കയ്യിലിട്ട് ഇങ്ങനെ അമ്മാനമാടാൻ കഴിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അപ്പോൾ നേരത്തെ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തിയില്ലാന്നല്ലേ ഇത് കാണിക്കുന്നത്? അതിന്റെ ഭാഗമായിട്ടല്ലേ ഇത്തരമൊരു ദുരവസ്ഥ വന്നിട്ടുള്ളത്? കേരളത്തിൽ വൈദ്യുതി എത്ര ആവശ്യമുണ്ട്, കയ്യിൽ എത്രയുണ്ട്, എത്ര ഷോർട്ടേജ് ഉണ്ട്, അതെങ്ങനെ പരിഹരിക്കാനാകും? ഇതെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു പോകേണ്ടതല്ലേ? കേരളത്തിലെ വൈദ്യുതി രംഗം നല്ല ശക്തി പ്രാപിച്ചൊരു കാലമാണ് ഇക്കഴിഞ്ഞ ദശാബ്ദക്കാലം. കാരണം ട്രാൻസ്മിറ്റ് പദ്ധതി 10,000 കോടി രൂപ ചെലവിട്ടുകൊണ്ടതാണ്. എടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തിയാകില്ല എന്ന് കണക്കാക്കിയത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആഭ്യന്തര ഉൽപാദനം. വൈദ്യുതി വിതരണ രംഗത്ത് നേരിടുന്നത് വലിയ പ്രതിസന്ധിയെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ദീർഘകാലാടിസ്ഥാനത്തിൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. വൈദ്യുതി ഉപഭോഗത്തിൽ 1200 മെഗാവാട്ടിന്റെ വർധനയുണ്ടായപ്പോൾ ഉൽപാദനം കുറഞ്ഞു. പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം കൂടിയേ തീരൂവെന്ന് മന്ത്രി സണ്ണി ജോസഫ് പ്രതികരിച്ചു. വളരെ ഗൗരവത്തിൽ തന്നെയാണ് അതിനെ കാണുന്നത്. ജനങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. മഴയുടെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തൊട്ടാകെയുണ്ട്, രാജ്യത്തിനപ്പുറത്തുമുണ്ട് എൽ നീനോ പ്രതിഭാസം. നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ ഈ സമയത്ത് ആവശ്യം 3500 മുതൽ 3600 വരെ മെഗാവാട്ടായിരുന്നെങ്കിൽ ഈ വർഷം അത് 4700 to 4800 1100 മെഗാവാട്ടിൻ്റെ വർധനവ് നമ്മൾ ആവശ്യത്തിലുണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഉൽപ്പാദനം 45 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 17 to 18 ദശലക്ഷം യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ ജലസംഭരണികളുടെ ഈ കാലഘട്ടത്തിലെ ശേഷി 60% ഇപ്രാവശ്യം അത് 28% പകുതിയിൽ കണ്ട് നമുക്കുള്ള ജലസംഭരണികളിലെ ജലസമ്പത്ത്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം നമുക്ക് കുറഞ്ഞു. രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ SIT സമർപ്പിച്ച പുനരന്വേഷണ റിപ്പോർട്ടിൽ DGPയുടെ തുടർ നടപടി നിർണായകം. അജിത് കുമാറിൽ നിന്ന് ഉടൻ വിശദീകരണം തേടും. സ്ഥാനക്കയറ്റത്തിനായി ഈ മാസം 20 ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് മുമ്പ് അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തുമെന്ന് സൂചന. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ADGP MR അജിത് കുമാർ ഇടപെട്ടു എന്നത് പുനരന്വേഷണത്തിലാണ് SIT കണ്ടെത്തിയത്. അജിത് കുമാറിനെതിരെ ഗുരുതര കുറ്റകൃത്യം ചൂണ്ടിക്കാട്ടി SIT ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചത് കഴിഞ്ഞ മാസം 23-നായിരുന്നു. എന്നാൽ പേര് പരാമർശിക്കാതെയും വ്യക്തതയില്ലാതെയും നൽകിയ റിപ്പോർട്ട് DGP മടക്കി അയച്ചു. തുടർന്നാണ് അതിവേഗത്തിൽ SIT വീണ്ടും റിപ്പോർട്ട് നൽകിയത്. രണ്ടാമത് നൽകിയ റിപ്പോർട്ടിൽ MR അജിത് കുമാറിന്റെ പേരും കുറ്റകൃത്യത്തിലെ പങ്കും വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി DGPയുടെ തുടർ നടപടി നിർണായകമാണ്. അജിത് കുമാറിന്റെ വിശദീകരണം തേടിയ ശേഷമാകും ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടാണ് പോലീസ് മേധാവി സമർപ്പിക്കുന്നതെങ്കിൽ അതിന്മേൽ സർക്കാരിന്റെ നിലപാടും പ്രധാനമാണ്. സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപം നേരത്തെ തന്നെ കോൺഗ്രസിനുള്ളിൽ ഉയർന്നു കഴിഞ്ഞു. അന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ക്രൂരമർദ്ദനത്തിനിരയായ AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ തയ്യാറെടുക്കുകയാണ്. അതിനിടെ DGP സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഈ മാസം 20-നാണ് ചേരുന്നത്. അതിനു മുമ്പ് റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തുമെന്നാണ് സൂചന. സ്ക്രീനിംഗ് കമ്മിറ്റി ചേരാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ DGPയോടും വിജിലൻസ് മേധാവിയോടും ആഭ്യന്തര വകുപ്പ് തേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. MR അജിത് കുമാർ ADGP പദവിയിലിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂർ പൂരം കലക്കലിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ആളാണ് MR അജിത് കുമാർ എന്നും അദ്ദേഹം പറഞ്ഞു. അജിത് കുമാറിനെ പോലെ ഒരാൾ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP പദവി വഹിക്കാൻ യോഗ്യതല്ല എന്ന കാര്യം CPI എന്നും പറഞ്ഞ കാര്യമാണ്. അത് ഒരു വ്യക്തിപര പ്രശ്നമല്ലത്, വ്യക്തിപരമായിട്ടുള്ള എക്സോ വയ്യോ അല്ല. കേരളത്തിലെ ഒരു ADGP, അതും ക്രമസമാധാന പാലന ചുമതലയുള്ള ആൾ, ഊഴം വെച്ച് RSS നേതാക്കന്മാരെ കാണുമ്പോൾ
ആ കൂടിക്കാഴ്ചക്ക് ഒരു കാരണം വേണം. ഒരു വട്ടമല്ല 2 വട്ടം കണ്ടു അങ്ങനെയുള്ള ഒരാൾ. അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി എല്ലാവരും കരുതുന്ന തൃശ്ശൂർ പൂരം കലക്കാനുള്ള ശ്രമത്തിൽ ഒരു പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ആൾ, അത്തരമൊരാൾ ADGP ലോ ആൻഡ് ഓർഡർ ആയിരിക്കാൻ യോഗ്യനല്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്. അത് വ്യക്തിപരമല്ല, ഭരണം മാറിയതുകൊണ്ട് ആ നിലപാടിന് മാറ്റമില്ല. ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ട്രാക്കിലിറക്കി പുതുചരിത്രം കുറിച്ച് ഇന്ത്യൻ റെയിൽവേ. ഹരിയാനയിൽ ജിന്ദ് സോനിപത് റൂട്ടിൽ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. സമഗ്ര മേഖലകളിലും ഇന്ത്യ സ്വയം പര്യാപ്തമാകുന്നതിന്റെ ചുവടുവെപ്പാണിതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ രാജ്യത്ത് ആദ്യമായി സർവീസ് നടത്തുന്ന ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, US എന്നീ രാജ്യങ്ങൾക്ക് ശേഷം സ്വന്തമായി ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുന്ന ലോകത്തിലെ 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. രാജ്യത്തിൻ്റെ ധീരമായ തീരുമാനമാണ് ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതികവിദ്യ പൂർണ്ണമായും കൈവശമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കാൻ കാരണമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. आज का दिन ऐतिहासिक दिन है. एक ऐसी टेक्नोलॉजिकल उपलब्धि भारत ने आज हासिल की है जो इसीलिए संभव हो पाई क्योंकि भारत के नेतृत्व ने एक ऐसा बड़ा संकल्प लिया कि हाइड्रोजन की पूरी टेक्नोलॉजी देश में विकसित करेंगे. നമോ ഗ്രീൻ റെയിൽ എന്ന് പേരിട്ടിരിക്കുന്ന ട്രെയിൻ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തതാണ്. 89 കിലോമീറ്റർ ദൈർഘ്യമുള്ള ജിന്ദ് സോനിപത് റൂട്ടിലെ ആദ്യ സർവീസിൽ ജിന്ദിലെ സ്കൂൾ വിദ്യാർത്ഥികളും യാത്ര ചെയ്തു. ഇത് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിനമാണെന്നും എല്ലാ മേഖലയിലും ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ചെന്നൈ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഹൈഡ്രജൻ എഞ്ചിൻ നിർമ്മാണം നടത്തിയത്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന ട്രെയിൻ മലിനീകരണ തോത് കുറയ്ക്കും. രാജ്യത്തെ മറ്റു റൂട്ടുകളിലും ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നും റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യത്ത് ഭീകരാക്രമണ ഗൂഢാലോചന നടത്തിയ 5 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ കൂടി പിടികൂടി സുരക്ഷാ സേന. ഗുജറാത്ത് ATS നടത്തിയ ഓപ്പറേഷനിലാണ് മുഹമ്മദ് അയ്യൂബ്, ഷാഫി, മുഹമ്മദ് ഹസൻ കരാദിയ തുടങ്ങിയ ഭീകരർ പിടിയിലായത്. ബോംബ് സ്ഫോടനം നടത്താനും തോക്കുൾപ്പെടെ ആയുധം ഉപയോഗിക്കാനും പരിശീലനം ലഭിച്ചവരാണ് പിടിയിലായതെന്നും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു. ഈ മാസം ആദ്യം ഡൽഹി, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് ആയുധശേഖരവുമായി 6 ഭീകരരെ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിലാണ് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തത്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ അയഞ്ഞ് CPIക്ക് വാശിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എല്ലാത്തിലും ഉപരി ഇടതുപക്ഷ ഐക്യമാണ് CPI രാഷ്ട്രീയത്തിന്റെ കാതലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. CPI തർക്കത്തിൻ്റെ കാര്യമില്ല. CPI ബന്ധം ഏറ്റവും ഊഷ്മളമാക്കാനാണ് എന്നും CPI ശ്രമിക്കുന്നത്. അതുകൊണ്ട് CPIക്ക് അത് തർക്കമായിട്ട് മാറ്റാനോ വലിയൊരു സംഘർഷമാക്കാനോ താല്പര്യമില്ല. CPIക്ക് നിലപാടുണ്ട്. ആ നിലപാട് എല്ലാവർക്കും അറിയാം. CPIയുടെ വാതിൽ എല്ലാ കാലത്തും ചർച്ചയ്ക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കും. എല്ലാ കാലത്തും. അല്ല, CPI അതിനെ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങളില്ല. ഞങ്ങളുടെ ഏറ്റവും അടുത്ത അലൈ CPM ആണ്. എല്ലായിടത്തും ഏറ്റവും അടുത്ത അലൈ സഖ്യശക്തി CPM ആണ്. ആ ബോധ്യം CPIക്ക് എപ്പോഴും ഉണ്ട്. LDFിനകത്തൊരു വോട്ടെടുപ്പിലൂടെ പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നത് ആരോഗ്യപരമല്ല. പരസ്പരം സംസാരിച്ചാൽ ആ വഴിക്ക് പരിഹാരം കാണാനുള്ള മാർഗം നോക്കുന്നതിന് പകരം LDFിനകത്ത് ആളെ പിടിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ നോക്കുന്നത് LDFിലെ ഓരോ പാർട്ടിയുമായിട്ടും ഏറ്റവും അടുത്ത, ഏറ്റവും ഊഷ്മളമായ ബന്ധം. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാത്ത PSCയുടെ നടപടിക്കെതിരെ വീണ്ടും വിവരാവകാശ കമ്മീഷനെ സമീപിക്കാനൊരുങ്ങിയ ഉദ്യോഗാർത്ഥികൾ. രേഖകൾ കൈമാറണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ചട്ടലംഘനമെന്നാണ് PSCയുടെ നിലപാട്. അതേസമയം ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കുന്ന PSCയെ നിയമപരമായി നേരിടാൻ കമ്മീഷനും തയ്യാറെടുക്കുന്നു. ആസൂത്രണ ബോർഡിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്ക് മുഴുവൻ രേഖകളും കൈമാറണമെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. ഇതനുസരിച്ച് രേഖകൾക്കായി അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികളോട് കൈമാറാനാകില്ല എന്നാണ് PSC മറുപടി നൽകിയത്. വിവരാവകാശ കമ്മീഷന്റെ നടപടി ചട്ടലംഘനമാണെന്നും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുമാണ് PSC വ്യക്തമാക്കിയത്. ഇതിനെതിരെ വീണ്ടും വിവരാവകാശ കമ്മീഷനെ ഉദ്യോഗാർത്ഥികൾ സമീപിക്കുന്നു.
എന്നാൽ ഹൈക്കോടതിയെ സമീപിക്കുന്ന PSCക്കെതിരെ നിയമ പോരാട്ടത്തിനും വിവരാവകാശ കമ്മീഷനും തയ്യാറെടുക്കുകയാണ്. കോടതിയിൽ ഹർജി നൽകാനാണ് കമ്മീഷന്റെ തീരുമാനം. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ കോടതിക്ക് മുന്നിലെത്തുമ്പോൾ PSCയും വിവരാവകാശ കമ്മീഷനും തമ്മിലെ ശക്തമായ നിയമ പോരാട്ടത്തിനാകും വഴി തുറക്കുന്നത്. ഇതിൽ കോടതിയുടെ ഇടപെടലും നിർണായകമായി മാറും. അതേസമയം നിയമന ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും പുരോഗമിക്കുകയാണ്. PSC ആസ്ഥാനത്തെത്തി രേഖകൾ പരിശോധിച്ച SIT ഉദ്യോഗാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വടകര കാഫീർ സ്ക്രീൻഷോട്ട് കേസിൽ SITക്ക് തിരിച്ചടി. അറസ്റ്റിലായ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി കോടതി തള്ളി. വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത്. താൻ 200 പേർക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ തെളിയിക്കണമെന്ന് വെല്ലുവിളിച്ച് ജിതിൻ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജിതിൻ ഭാസ്കർ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ഹർജിയിലാണ് വിധി. 2 ക്രിമിനൽ കേസിൽ പ്രതിയായതും SIT ചൂണ്ടിക്കാണിച്ചിരുന്നു. വിമർശനങ്ങൾക്ക് പരിധിയുണ്ടെന്ന് KSU നേതാക്കളെ ഓർമ്മിപ്പിച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റും മന്ത്രിയുമായ AP അനിൽകുമാർ. പരാതികളും പ്രയാസങ്ങളും നേതൃത്വത്തോട് പറയാം, അതിന്റെ പേരിൽ പരിധി വിട്ടുള്ള വിമർശനം അനുവദിക്കില്ലെന്നും AP അനിൽകുമാർ പറഞ്ഞു. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് KSU നേതാക്കളെ കാണാത്തത് എന്ന് മുഖ്യമന്ത്രിക്ക് മാത്രമേ അറിയുള്ളൂവെന്ന് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും പ്രതികരിച്ചു. KSU ഒരു സ്വതന്ത്ര സംഘടനയാണെന്നും അതുകൊണ്ട് തന്നെ അഭിപ്രായ പ്രകടനം നടത്താറുണ്ടെന്നും AP അനിൽകുമാർ പറഞ്ഞു. KSU അഭിപ്രായ പ്രകടനം നേരത്തെയും നടത്തിയിട്ടുണ്ട്. SFI DYFI പോലെ ഭരണവിലാസം സംഘടനയല്ല. വിമർശനങ്ങൾക്ക് പരിധിയുണ്ടെന്നും പരിധി വിട്ടുള്ള വിമർശനം അനുവദിക്കില്ലെന്നും AP അനിൽകുമാർ KSU നേതാക്കളെ ഓർമ്മിപ്പിച്ചു. കോൺഗ്രസും KSUവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്വതന്ത്രമായ ഒരു സ്വഭാവം മുൻകാലങ്ങളിൽ അവർക്കുണ്ട്. അവർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയും, അവർക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു പ്രശ്നം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു സ്വാതന്ത്ര്യം അതിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്ത് സംസാരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. വിമർശനങ്ങൾ എപ്പോഴും ക്രിയാത്മകമായിരിക്കണം, സതുദ്ദേശപരമായിരിക്കണം. അത്തരത്തിൽ ഉള്ള വിമർശനങ്ങളെ അതേ രീതിയിൽ തന്നെ കാണുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം. അപ്പോൾ അതല്ലാതെ അങ്ങനെ അവരോട് യുദ്ധം ചെയ്യാനൊന്നും ആരും പോകാറില്ല. എക്കാലത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പരാതികളും പ്രയാസങ്ങളും നേതൃത്വത്തോട് പറയാം, നേതൃത്വം അത് ഗൗരവമായി എടുക്കും. പാർട്ടിയും സർക്കാരും 2 തട്ടിലല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് നേതാക്കളെ കാണാത്തതെന്ന് മുഖ്യമന്ത്രിക്ക് മാത്രമേ അറിയുകയുള്ളൂവെന്നും നേതാക്കളെ വൈകാതെ കാണുമെന്ന് താൻ കരുതുന്നുവെന്നും KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയനെതിരായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അദ്ദേഹം KSU പ്രസിഡന്റിനെ കാണാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അതിനെന്തെങ്കിലും ചിലപ്പോൾ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. വരും ദിവസങ്ങളിൽ അദ്ദേഹം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പ്രതീക്ഷിക്കുന്ന അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രിയെ കാണാൻ KSU പ്രസിഡന്റ് അലോഷ്യസ് സേവറിന് അനുമതി നൽകാതിരുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിലായിരുന്നു നേതാക്കളുടെ പ്രതികരണം. മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി ചോദിച്ചിട്ട് സമയം അനുവദിച്ചില്ലെന്നും തിങ്കളാഴ്ച സമയം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അലോഷ്യസ് സേവർ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തിൽ KSU നേതാക്കൾക്ക് വിഷമമുണ്ടായെന്നും അലോഷ്യസ് സേവർ പ്രതികരിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ഇന്ന് കർക്കിടകം 1. വിശ്വാസത്തിന്റെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളിക്ക് കർക്കിടക മാസം. ഇനി 1 മാസക്കാലം ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും രാമായണ പാരായണത്തിന്റെ ദിനങ്ങൾ കൂടിയാണ്. പേമാരി കോരിച്ചൊരിയുന്ന കർക്കിടകം പണ്ട് പഞ്ഞമാസമായിരുന്നു. പട്ടിണിയും രോഗപീഠകളും ദുരിതം വിതയ്ക്കുന്ന സമയം. ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാനാണ് പഴമക്കാർ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ശീലമാക്കിയത്. മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമന് കാനനവാസം ഉൾപ്പെടെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അത് മനസ്സിലാക്കുമ്പോൾ കേവലം മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. അതിനു പുറമെ ജീവിതത്തിൽ ശുദ്ധിയും ചിട്ടയും ഉറപ്പാക്കുകയും ഒരു ലക്ഷ്യമായിരുന്നു. മുതിർന്നവർ കർക്കിടക മാസത്തിൽ പുലർച്ചെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച ശേഷം കുളിച്ച് ഭസ്മധാരണം ചെയ്ത് രാമായണം പാരായണം ചെയ്യുകയാണ് പ്രധാന ചടങ്ങ്. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. പൂജന്തം രാമ രാമേതി
മധുരം മധുരാക്ഷരം. കത്തിച്ചുവച്ച നിലവിളക്കിന് മുന്നിൽ ഓട്ടുകിണ്ടിയിൽ വെള്ളവും അഷ്ടമാംഗല്യവും ഒരുക്കി വെച്ചാണ് രാമായണ പാരായണം. സന്ധ്യാസമയത്തും ഇത് ആവർത്തിക്കും. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ചാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു. പണ്ട് കാലങ്ങളിൽ കർക്കിടക മാസം പഞ്ഞമാസമായിട്ടാണ് കണ്ടിരുന്നത്. ഇന്നിപ്പം അത് മാറി കർക്കിടക മാസം പറയും രാമായണ മാസമായി. ഈ 10-30 ദിവസം രാമായണം ചൊല്ലും. ദുരിതങ്ങളെല്ലാം അകറ്റുവാനും നാട്ടിൽ ഐശ്വര്യം നിറയുവാനും ഇത് വഴിയൊരുക്കുമെന്നാണ് വിശ്വാസം. അമൃത ന്യൂസ്, കോഴിക്കോട്. കർക്കിടക പുലരിയിൽ കോരിച്ചൊരിയുന്ന മഴയിലും തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനെത്തിയത് ആയിരങ്ങൾ. ഭക്തരുടെയും ആനകളുടെയും മനം നിറച്ച ആനയൂട്ടിന് 50 ആനകളാണ് ഇത്തവണ പങ്കെടുത്തത്. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന മത്സരങ്ങൾ സമാപ്തിയിലേക്ക്. മെസ്സിയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന കലാശ പോരാട്ടത്തിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്പെയിനിന്റെ കരുത്തുറ്റ പ്രതിരോധ നിരയെ നേരിടും. ഞായറാഴ്ച ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റദർഫോർഡിലാണ് മത്സരം. ലോകകപ്പിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ആകെ ഒറ്റത്തവണയാണ് ഏറ്റുമുട്ടിയത്. 1966 നടന്ന മത്സരത്തിൽ അർജന്റീന 2-1 സ്പെയിനിനെ പരാജയപ്പെടുത്തിയത്. ഏറ്റവും ഒടുവിൽ ഇരുവരും നേർക്കുനേർ വന്നത് 2018 ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൗഹൃദ മത്സരത്തിലാണ്. അന്ന് അർജന്റീനയെ 6-1 തകർത്ത സ്പെയിനിന്റെ നേട്ടവും ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.